ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തു'തിൽ മുൽക മൻ തശാഉ വ തൻസിഉൽ മുൽക മിമ്മൻ തശാഉ വ തുഇസ്സു മൻ തശാഉ വ തുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ അല്ലാഹു നമ്മെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ സ്വർഗീയ ആരാമത്തിലും അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ച എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളും കാരുണ്യവാനായ പടച്ച തമ്പുരാൻ അവന്റെ വിശാലമായ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു കടം വീട്ടാനുള്ള മാർഗങ്ങളും വഴികളും എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് ദുരിതം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. പശ്ചിമേഷ്യയിൽ യുദ്ധക്കെടുതി അനുഭവിക്കുന്ന പാവങ്ങൾക്ക് അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കാൻ അല്ലാഹു അവസരങ്ങൾ സൃഷ്ടിക്കുമാറാകട്ടെ. മാസിഡോണിയയിലെ അലക്സാണ്ടർ ചക്രവർത്തി ഒരിക്കലൊരു വിദൂര സ്ഥലത്തുള്ള ഒരു ആഫ്രിക്കൻ രാജ്യം സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ടു. വിദൂരമായ യാത്ര ചെയ്ത് ആഫ്രിക്കൻ രാജ്യത്ത് അലക്സാണ്ടർ ചക്രവർത്തി എത്തിയപ്പോൾ ആ ആഫ്രിക്കൻ രാജ്യത്തെ ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി സ്വർണം നിറച്ച താലങ്ങളുമായിട്ടാണ് വന്നത്. ധാരാളം സ്വർണശേഖരങ്ങളുള്ള ഒരു രാജ്യമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ സ്വർണം നിറച്ച താലങ്ങളുമായി അലക്സാണ്ടറെ സ്വീകരിക്കാൻ വേണ്ടി അവരിങ്ങനെ വന്നപ്പോ അലക്സാണ്ടർ അവരോട് പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങളുടെ ഈ സ്വർണശേഖരങ്ങൾ കാണാനല്ല, നിങ്ങളുടെ രാജ്യത്തെ ആചാരങ്ങളെ കുറിച്ച് പഠിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ അവർ അലക്സാണ്ടറെ അവരുടെ രാജാവ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന സദസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അലക്സാണ്ടർ ചെന്ന് രാജസന്നിധിയിൽ ഇരുന്നു. അപ്പോൾ രണ്ടാളുകൾ രാജാവിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വന്ന് അതിലൊരാൾ ഇങ്ങനെ പറഞ്ഞു, മഹാരാജാവേ, ഞാൻ ഈ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു ചാക്ക് ഉമി വാങ്ങി, അതിന് വിലയും കൊടുത്തു. പക്ഷെ ഞാനത് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ആ ഉമി ചാക്കിനകത്ത് വലിയൊരു സ്വർണ്ണക്കട്ടിയുണ്ട്. ഞാനത് വാങ്ങിയിട്ടില്ല, അതിന് വിലയും കൊടുത്തിട്ടില്ല. ഞാൻ വാങ്ങിയത് ഉമി മാത്രമാണ്. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളിത് തിരിച്ചെടുക്കണം, സ്വർണം എന്റേതല്ല, എനിക്ക് ഉമി മാത്രം മതി. പക്ഷെ ഇദ്ദേഹം അത് സ്വീകരിക്കുന്നില്ല. അപ്പോൾ അപരൻ രാജാവിനോട് പറഞ്ഞു, രാജാവേ, ഞാൻ അദ്ദേഹത്തിന് ചാക്കിലുള്ളതെല്ലാമാണ് വിറ്റത്. അതുകൊണ്ട് തന്നെ ആ സ്വർണ്ണക്കട്ടി എന്റേതല്ല, ഞാനത് വിറ്റ് കഴിഞ്ഞു. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതല്ലാത്ത മറ്റൊന്ന് സ്വീകരിക്കാൻ അദ്ദേഹം മടി കാണിക്കുന്നു, അദ്ദേഹം ഭയപ്പെടുന്നു. എങ്കിൽ ഞാൻ വിറ്റ വസ്തു ഞാൻ എങ്ങനെയാണ് തിരിച്ചു വാങ്ങുക? ഞാനും അതിന് ഭയപ്പെടണ്ടേ എന്ന് അപരൻ രാജാവിനോട് പരാതി പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും സത്യസന്ധന്മാരാണ്. എന്നിട്ട് ആദ്യത്തെ ആളോട് ചോദിച്ചു, നിനക്ക് മകനുണ്ടോ? ആള് പറഞ്ഞു, എനിക്കൊരു മകനുണ്ട്. രണ്ടാമത്തെ ആളോട് ചോദിച്ചു, നിനക്ക് മകളുണ്ടോ? എനിക്കൊരു മകളുമുണ്ട്. അപ്പൊ ആഫ്രിക്കൻ രാജാവ് പറഞ്ഞു, താങ്കളുടെ മകളെ ഇയാളുടെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. എന്നിട്ട് ഈ നിധി, ഈ സ്വർണ്ണക്കെട്ടി രണ്ടുപേർക്കും കൂടി സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്യും. ഇതാണ് ആഫ്രിക്കൻ രാജാവ് ഈ തർക്കത്തിൽ വിധി കൽപ്പിച്ചത്. ഈ വിധി കേട്ട് ചാരത്തിരുന്ന അലക്സാണ്ടർ അത്ഭുതം കൂറി.
അപ്പൊ രാജാവ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? ഞാൻ വിധിച്ചതിൽ വല്ല തെറ്റുണ്ടോ? അപ്പൊ അലക്സാണ്ടർ പറഞ്ഞു, താങ്കൾ വിധിച്ചതിൽ തെറ്റുണ്ടായിട്ടല്ല ഞാൻ അത്ഭുതപ്പെട്ടത്. ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ, ഞങ്ങളുടെ രാജ്യങ്ങളിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല രാജാവ് വിധിക്കുക. അപ്പോൾ ആഫ്രിക്കൻ രാജാവ് ചോദിച്ചു അലക്സാണ്ടറോട്, പിന്നെ എങ്ങനെ വിധിക്കും? ഇങ്ങനെ ഒരു തർക്കം നിങ്ങളുടെ രാജാവിന്റെ മുന്നിലെത്തിയാൽ, നിങ്ങളുടെ ഭരണാധികാരിയുടെ മുന്നിലെത്തിയാൽ എങ്ങനെയായിരിക്കും വിധി കൽപ്പിക്കുക? അപ്പൊ അലക്സാണ്ടർ പറഞ്ഞു, ആ സ്വർണ്ണക്കട്ടി രാജാവ് കൈക്കലാക്കും, ഇവ രണ്ടുപേരെയും തെളിവ് നശിപ്പിക്കാൻ വേണ്ടി കൊന്നുകളയും ചെയ്യും. ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ആണെങ്കിൽ നടക്കുക. അപ്പോൾ ആ ആഫ്രിക്കൻ രാജാവ് കൈ രണ്ടും ഇങ്ങനെ കൂട്ടിയടിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ സൂര്യൻ ഉദിക്കാറുണ്ടോ? പറഞ്ഞു, ഉണ്ട്, സൂര്യൻ ഉദിക്കാറുണ്ട്. നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്യാറുണ്ടോ? മഴയും പെയ്യാറുണ്ട് എന്ന് അലക്സാണ്ടർ പറഞ്ഞു. അപ്പോൾ ആഫ്രിക്കൻ രാജാവ് പറഞ്ഞു എന്നാണ്, എങ്കിലത് അവിടെയുള്ള മൃഗങ്ങൾക്ക് വേണ്ടിയായിരിക്കും, മനുഷ്യർക്ക് വേണ്ടി മഴ പെയ്യൂല. ഇങ്ങനെയുള്ള ഭരണാധികാരികളുള്ള നാട്ടിൽ മനുഷ്യർക്ക് വേണ്ടി സൂര്യൻ ഉദിക്കൂല എന്ന് അലക്സാണ്ടർ പറഞ്ഞു. 1960കളിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു ഇടതുപക്ഷ സൈദ്ധാന്തികനും ബുദ്ധിജീവിയുമാണ് എം ഗോവിന്ദൻ. എം ഗോവിന്ദന്റെ അധികാരത്തെക്കുറിച്ചുള്ള ചില ലേഖനങ്ങളുണ്ട്. പ്രധാനമായിട്ടും അധികാരത്തിന്റെ മനഃശാസ്ത്രം എന്ന പേരിൽ എം ഗോവിന്ദൻ എഴുതിയ ചില ലേഖനങ്ങൾ വളരെ ചിന്തിപ്പിക്കുന്നതാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് അധികാരത്തിന്റെ ദുഷ്പ്രവണതകളെ കുറിച്ച് പറയുന്നുണ്ട്. അധികാരം മനുഷ്യനെ ദുഷിപ്പിക്കും, പരമാധികാരം പരമമായി ദുഷിപ്പിക്കും. ചെറിയ അധികാരം പോലും അധികാരിയെ മോശക്കാരനാക്കും. അധികാരം ശക്തമായി ലഭിക്കുമ്പോൾ അവൻ പരമ മോശക്കാരനായി മാറിത്തീരും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അധികാരം എന്നുള്ളതൊരു മാനസിക രോഗമാണ്. അധികാരത്തോടുള്ള ആർത്തി മാനസിക രോഗമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു അധികാരമോഹിയാണ് ഒരാളെങ്കിൽ അവനിൽ ഒരു സാമൂഹ്യ ദ്രോഹി ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഒരാൾ അധികാരമോഹിയാകുമ്പോൾ അയാൾ ഏതൊരു സമൂഹത്തിനെയാണ് അധികാരമേൽക്കുന്നത്, അയാളുടെ ഉള്ളിൽ ആ സമൂഹത്തോടുള്ളൊരു ദ്രോഹം ഒളിഞ്ഞു കിടപ്പുണ്ടാവും എന്നാണ് എം ഗോവിന്ദൻ തന്റെ ലേഖനങ്ങളിലൂടെ സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അധികാരമോഹിയായ ഒരാൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ, ഒരു അധികാരിയായിരിക്കുമ്പോൾ, രാജാവ് നഗ്നനാണ് എന്ന് ആ നാട്ടിലെ ഏതെങ്കിലും ഒരു ചെറിയ കുട്ടി വിളിച്ചു പറഞ്ഞാൽ പോലും ആ രാജാവിന്റെ സിംഹാസനം ഇളകാൻ തുടങ്ങും. കാരണം അദ്ദേഹം അധികാരമോഹിയാണ്. അദ്ദേഹത്തിന്റെ അധികാരം കൊയ്യാനുള്ള ഒരു കൊയ്ത്തരിവാള് ആ നാട്ടിലെ ഏത് കുഞ്ഞിന്റെ കയ്യിലും ഉണ്ടാകും. അതുകൊണ്ടാണ് അധികാരമോഹികളുടെ സിംഹാസനത്തെ ചോദ്യം ചെയ്യുന്ന ആളുകൾ നാട്ടിലുണ്ടാകുമ്പോൾ അധികാരികളുടെ സിംഹാസനം വിറയ്ക്കുന്നത് എന്നാണ് അദ്ദേഹം സമർത്ഥിക്കുന്നത്. ഭരണം എന്നുള്ളത് മനുഷ്യരെ സേവിക്കാനുള്ളൊരു വഴിയാണ്. അതൊരു പഞ്ചായത്തിന്റെ ഭരണമാണെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഭരണമാണെങ്കിലും ഒരാൾക്ക് ലഭിക്കുക എന്നുള്ളത് മനുഷ്യരെ സേവിക്കാൻ വേണ്ടി കിട്ടുന്ന വലിയൊരു വഴിയാണ്. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ അത് സേവനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അതൊരു നല്ല വഴിയായിട്ട് മാറുക. സത്യസായി ബാബ, അദ്ദേഹത്തോട് ഒരിക്കൽ പത്രക്കാർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈശ്വരനാണോ? നമുക്കറിയാം, ലക്ഷക്കണക്കിന് അനുയായികൾ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തും ഇന്നും ഉള്ള ഒരു ആൾദൈവമാണ് സത്യസായി ബാബ. അദ്ദേഹത്തോടാണ് പത്രക്കാരന്റെ ചോദ്യം, നിങ്ങൾ ശരിക്കും ഈശ്വരനാണോ? അതിന് സായിബാബ പറഞ്ഞ മറുപടി ആ പത്രക്കാരനോട്, നിങ്ങളും ഈശ്വരനാണ്, ഞാൻ മാത്രമല്ല. ഈശ്വരൻ ചെയ്യുന്ന ജോലി ആര് ചെയ്യുന്നു അവരൊക്കെ ഈശ്വരന്മാരാണ്. ഈശ്വരന്റെ ജോലി എന്താണ്? മാനവ സേവ, മാധവ സേവ, മനുഷ്യനെ സേവിക്കലാണ് ഈശ്വരന്റെ ജോലി. അതുകൊണ്ട് മനുഷ്യനെ സേവിക്കാൻ കഴിയുന്ന, മനുഷ്യ സമൂഹത്തിന് ഉപകാരം ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഭരണം എന്നുള്ളത്. ഏതൊരു ഭരണവും അങ്ങനെയാണ്. യേശു ക്രിസ്തുവിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ആരാണ് ഏറ്റവും നല്ല ഭരണാധികാരി? യേശു അതിനൊരാളെ ചൂണ്ടിക്കാണിച്ചില്ല. അതിന് യേശു പറഞ്ഞ മറുപടി, ഞാൻ നല്ല ഇടയനാണ്. ഒരു നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവിക്കും. ആടുകളെ പിടിക്കാൻ വേണ്ടി ചെന്നായ വരുമ്പോൾ ചെന്നായ്ക്ക് മുന്നിലേക്ക് ആട്ടിൻകൂട്ടങ്ങളെ വിട്ടുകൊടുക്കാത്തവനാണ് നല്ല ഇടയൻ. ഞാൻ നല്ല ഇടയനാണ്.
എന്നാൽ തന്റേതല്ലാത്ത ആടുകളെ മേയ്ക്കുന്ന ഇടയൻ, കൂലിക്കാരനായ ഇടയൻ ചെന്നായ ആടുകളെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ അവൻ ഓടി രക്ഷപ്പെടും, തന്റെ ആടുകളെ ചെന്നായിക്കൂട്ടത്തിന് വേണ്ടി വിട്ടുകൊടുക്കും. വളരെ കൃത്യമായ വാക്കിലൂടെ യേശു ആരാണ് നല്ല ഭരണാധികാരി എന്ന് നമ്മളെ മനസ്സിലാക്കുകയാണ്. ഭരണീയരെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നവനാണ് നല്ല ഭരണാധികാരി. ഭരണീയരിൽപ്പെട്ട ഒരാളാണ് ഞാനെന്ന് മനസ്സിലാക്കി, തന്റെ ഭരണീയരുടെ വേദന തന്റെ വേദനയാണെന്ന് മനസ്സിലാക്കി, തന്റെ ഭരണത്തിന് കീഴിൽ ഒരാൾ വേദനിക്കുമ്പോൾ അത് എന്റെ വേദനയാണെന്ന അർത്ഥത്തിൽ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ നല്ല ഭരണാധികാരി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഭരണാധികാരികൾ തന്റെ ഭരണീയർക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാവും. അദ്ദേഹത്തിന്റെ ജീവൻ പോലും തന്റെ ഭരണീയർക്ക് വേണ്ടി അദ്ദേഹം ഒഴിവാക്കാനും നഷ്ടപ്പെടുത്താനും തയ്യാറാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ഭരണത്തെ ഇബാദത്തായിട്ട് കണക്കാക്കിയത്. ഭരണം ദീനുൽ ഇസ്ലാമിൽ ഒരു ഇബാദത്താണ്, ഒരു ആരാധനയാണ്. ഭരണീയരോട് ചെയ്യുന്ന വഞ്ചനകൾ അത് ദീനിൽ ചെയ്യുന്ന ഒരു വഞ്ചനയാണ്. ഒരാൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തു, തന്റെ കീഴിലുള്ള ആളുകളോട് കാണിക്കുന്ന ഓരോ വഞ്ചനയും ഓരോ ചതിയും അത് വലിയ വഞ്ചനയായും പടച്ചതമ്പുരാന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിട്ടും പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്. ലോകത്തെ ഏതൊരു പ്രദേശത്തും ആ പ്രദേശത്തിന്റെ ക്രമവ്യവസ്ഥകൾ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഭരണവ്യവസ്ഥിതി ആവശ്യമാണ്, ഒരു ഭരണകൂടം ആവശ്യമാണ്, ഒരു രാജാവ് ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയപ്പെടാറുള്ളത്, ഒരു രാജാവ് മോശക്കാരനാണെങ്കിലും ക്രൂരനാണെങ്കിലും ക്രൂരനായ ഒരു രാജാവ് ഒരു രാജ്യത്തിനുണ്ടായിരിക്കൽ ആ രാജ്യത്ത് രാജാവ് ഇല്ലാതാകുന്നതിനേക്കാൾ നല്ലതാണ്. കാരണം ഭരിക്കാൻ ഒരു വിഭാഗമില്ലെങ്കിൽ നാടിന്റെ വ്യവസ്ഥകൾ താറുമാറാകും. അതുകൊണ്ട് ഭരണകർത്താവ് കുറച്ച് മോശക്കാരനാണെങ്കിലും ഭരിക്കാൻ ആളില്ലാത്ത അവസ്ഥയേക്കാൾ നല്ലതാണ് ഭരണകർത്താവ് ഉണ്ടാവുക എന്നുള്ളത്. കാരണം ഒരു ശരീരത്തിൽ തലയ്ക്കുള്ള സ്ഥാനമാണ് ഭരണകർത്താവിനുള്ളത്. ഉടല് നിലനിൽക്കണമെങ്കിൽ തല ആവശ്യമാണ്. ഒരു തല ചെയ്യേണ്ട ധർമ്മമാണ് ശരീരത്തിൽ, മനുഷ്യ ശരീരത്തിൽ തലയ്ക്ക് ചെയ്യാനുള്ളത്. അതുപോലെയാണ് ഒരു സമൂഹത്തിലെ നേതാവിന് ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് വഫാത്തായി, വിട പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ സുബഹി സമയത്ത് പ്രവാചക തിരുമേനി ജീവിച്ചിരിക്കുന്ന സമയത്ത് സമൂഹത്തിന്റെ ഭരണം പ്രവാചകന്റെ കൈകളിലാണ്. അവിടുത്തെ ആത്മീയ നേതൃത്വവും പ്രവാചകനാണ്, ഭരണ നേതൃത്വവും പ്രവാചകന് തന്നെയാണ്. പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അടുത്തൊരു നേതൃത്വം വേണ്ടതുണ്ട്. ആ നേതൃത്വത്തിന് വേണ്ടിയുള്ള കൂടിയാലോചന വളരെ പെട്ടെന്ന് ആരംഭിച്ചു സഹാബാക്കൾ. അതുകൊണ്ടാണ് പ്രവാചകന്റെ ജനാസ കബറടക്കപ്പെടാൻ താമസിച്ചതിന്റെ കാരണങ്ങളിൽ ഒന്ന് അതാണ്. ബുധനാഴ്ച അർദ്ധരാത്രിയോടടുത്താണ് പ്രവാചകന്റെ ജനാസ കബറടക്കപ്പെടുന്നത്, 2 ദിവസം കഴിഞ്ഞു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പ്രവാചകന്റെ ഭൗതിക വിടവാങ്ങൽ ഉണ്ടായിക്കഴിഞ്ഞു. ഇനി ഒരു നേതാവിന്റെ ആവശ്യമുണ്ട്, ഒരു ഭരണകർത്താവിന്റെ ആവശ്യമുണ്ട്. ആ ഭരണകർത്താവിന് വേണ്ടിയുള്ള കൂടിയാലോചനകൾ ഉടനെ തന്നെ നടന്നു. പരിശുദ്ധ ഇസ്ലാമിൽ 4 രീതിയിലാണ് ഒരു ഭരണകർത്താവിനെ തെരഞ്ഞെടുക്കേണ്ട രീതി. ഒന്ന്, എല്ലാ മനുഷ്യരുമായി കൂടിയാലോചിക്കുക എന്നുള്ള രീതിയാണ്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ രീതി. അതാണ് പ്രവാചകന്റെ വഫാത്തിന് ശേഷം ബനൂ സായിദയുടെ പന്തലിൽ യോഗം ചേർന്നു സഹാബാക്കൾ. യോഗം ചേർന്നുകൊണ്ട് ആരായിരിക്കണം അടുത്ത ഭരണാധികാരി എന്നതിനെ കുറിച്ച് ചർച്ചകൾ നടന്നു. നല്ല ചർച്ചകളുണ്ടായി. ഖുറൈശികൾ ആവശ്യപ്പെട്ടത് ഞങ്ങളിൽ നിന്നായിരിക്കണം ഭരണാധികാരി എന്നാണ്. 3 അഭിപ്രായമാണ് അവിടെ ഉയർന്നു വന്നത്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാകണമെന്നൊരു അഭിപ്രായം ഉയർന്നു വന്നു. അൻസാരികൾ പറഞ്ഞത് ഞങ്ങളിൽ നിന്നായിരിക്കണം അടുത്ത ഭരണാധികാരി വരേണ്ടത് എന്നാണ് അൻസാരികളുടെ വാദം. കാരണം ഈ ദീനിനെ ഞങ്ങളാണ് സഹായിച്ചത് മദീനയിലേക്ക് വന്ന സമയത്ത്. വേറെ ചില ആളുകൾ, ഖാലിദ് റളിയല്ലാഹു അൻഹു പോലെ ചില ആളുകൾ പറഞ്ഞത് ബനൂ ഹാഷിമിൽ നിന്നായിരിക്കണം അടുത്ത ഭരണാധികാരി ഉണ്ടാകേണ്ടത്. കാരണം ബനൂ ഹാഷിമാണ് നബിയുടെ കുടുംബം. നബിക്ക് ശേഷം അടുത്ത ഖലീഫയാകേണ്ടത് നബിയുടെ കുടുംബമാണ്. അതുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു ഖലീഫയാകണമെന്നാണ് ഒരു വിഭാഗം വാദിച്ചത്. 3 അഭിപ്രായങ്ങളാണ് അവിടെ ഉയർന്നു വന്നത്. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് സംസാരിച്ചു. അൻസാരികളുടെ നേതാവായ സഅദ് ഇബ്നു ഉബാദയുടെ പ്രസംഗത്തിനിടയ്ക്ക് ചോദിച്ചു, അൽ അഇമ്മത്തു മിൻ ഖുറൈശ്, ഭരിക്കേണ്ട ഭരണാധികാരികൾ ഖുറൈശികളായിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാനും നീയുമുള്ളൊരു സദസ്സിലല്ലേ സഅദ്? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ, നമ്മൾ 2 പേരുമുള്ള ഒരു സദസ്സിൽ വെച്ചാണ് റസൂലുള്ള പറഞ്ഞത് ഭരണരംഗത്ത് വരേണ്ടത് ഖുറൈശികളായിരിക്കണമെന്ന്.
അതോടുകൂടി അൻസാരികളിൽപ്പെട്ട ഖലീഫ വേണമെന്ന അഭിപ്രായം ഇല്ലാതായി. കാരണം അൻസാരികളുടെ നേതാവ് തന്നെ സമ്മതിച്ചു, ഖുറൈശികളാണ് ഭരിക്കേണ്ടത്. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അടുത്ത ഖലീഫയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പൊ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് മുഷാവറയാണ്, കൂടിയാലോചന. എല്ലാത്തിലും കൂടിയാലോചനയുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വഫാത്തിന് ശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിയമിച്ചു. തന്റെ വഫാത്തിന് മുമ്പ് തന്നെ നിയമിച്ചു. പ്രധാനപ്പെട്ട സഹാബാക്കളോട് കൂടിയാലോചിച്ചിട്ട് അടുത്ത ഖലീഫയായി ഉമറിനെ നിയമിച്ചു. ഇപ്പൊ രണ്ടാമത്തെ രീതി അതാണ്. എല്ലാവരോടും ആലോചിക്കേണ്ടതില്ല, പ്രമുഖരായ ചില ആളുകളോട് ആലോചിച്ചുകൊണ്ട് നിലവിലുള്ള ഖലീഫ അടുത്ത ഭരണാധികാരിയെ തീരുമാനിക്കുന്ന രീതി. മൂന്നാമത്തെ രീതിയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉപയോഗപ്പെടുത്തിയത്. ഉമർ റളിയല്ലാഹുവിന്റെ വഫാത്ത് സമയത്ത് സഹാബാക്കളൊന്ന് ആവശ്യപ്പെട്ടു, ഉമറെ, അങ്ങ് കുത്തേറ്റ് വല്ലാത്തൊരവസ്ഥയിലാണ്, അങ്ങയുടെ അന്ത്യം സംഭവിച്ചാൽ അടുത്ത ഭരണാധികാരി അങ്ങ് നിശ്ചയിച്ചു തരണം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനതിനില്ല, അടുത്തൊരു ഖലീഫയെ നിശ്ചയിക്കാൻ ഞാനില്ല. പക്ഷെ അദ്ദേഹം 6 പേരെ തീരുമാനിച്ചു. ഈ 6 പേരിൽ നിന്ന് ഒരാളെ നിങ്ങൾ തെരഞ്ഞെടുക്കണമെന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു അഭിപ്രായപ്പെടുകയും ചെയ്തു. അതനുസരിച്ചാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ 3 രീതിയിലും മുഷാവറ, കൂടിയാലോചന എന്ന് പറയുന്ന രീതിയുണ്ട്. അബൂബക്കറിനെ തെരഞ്ഞെടുത്തതിലുണ്ട്, ഉമറിനെ തെരഞ്ഞെടുത്തതിലുണ്ട്, ഉസ്മാനെ തെരഞ്ഞെടുത്തതിലുണ്ട്. ഇതാണ് 3 രീതി. നാലാമതൊരു രീതി ദീനുൽ ഇസ്ലാമിലുണ്ട്. വളരെ അനിവാര്യമായ ഘട്ടത്തിൽ, ഒരു ഭരണം ഒരു രാജ്യത്ത് ഇല്ലാതായി പോകുന്ന നിർണായകമായ ഒരു ഘട്ടത്തിൽ ഒരാൾ സ്വയം സന്നദ്ധനായി മുന്നോട്ട് വരിക, ഞാൻ ഭരണാധികാരിയാകാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരിക. അത് വളരെ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ ഇസ്ലാം അത് അംഗീകരിക്കുന്നുണ്ട്. നാലാമത്തെ ഒരു രീതി. ഏതായിരുന്നാലും ഒരു ഭരണകൂടം, ഒരു ഭരണകർത്താവ് ഇല്ലാത്തൊരവസ്ഥ, ഒരു നാട്ടിൽ അരാജകത്വങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് ഉണ്ടായിത്തീരണമെന്നുള്ള ഒരു നിലപാട് ദീനുൽ ഇസ്ലാമിൽ ഉള്ളത് കൊണ്ടാണ് പ്രവാചകന്റെ ജനാസ പോലും 2 ദിവസം ഈ ഭൗതിക ശരീരം ഇവിടെ വച്ച് ഒരു ഖലീഫയെ തെരഞ്ഞെടുത്തു. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് വളരെ ഗൗരവമാണ്. അതുകൊണ്ടാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഒട്ടനേക യുദ്ധങ്ങളിൽ നായകത്വം വഹിച്ചൊരു മഹാനാണ്. ഉത്തരവാദിത്തങ്ങൾ പലതും അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഭയപ്പാടോടുകൂടിയാണ് ഇത് ഏറ്റെടുത്തത്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, മണ്ണ് തിന്നേണ്ടി വന്നാലും 2 ആളുടെ നേതൃത്വം ഏറ്റെടുക്കരുത്. മണ്ണ് തിന്നേണ്ടി വന്നാലും 2 ആളുടെ നായകത്വം ഏറ്റെടുക്കരുത്, കാരണം അത് അപകടമാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് അധികാരത്തോട് ഇത്ര വിരക്തി? അധികാരത്തോട് ഇത്ര വിരക്തി ഉണ്ടാകാൻ കാരണമെന്നാണെന്ന ചോദ്യത്തിന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അധികാരത്തിന്റെ മുലപ്പാല് കുടിക്കാൻ നല്ല മധുരമാണ്, പക്ഷെ കുടി നിർത്താൻ വളരെ കയ്പായിരിക്കും. കിട്ടിയാൽ ആ സ്ഥാനത്ത് ഇറങ്ങിപ്പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അധികാരത്തോട് ഇത്ര വിരക്തി പ്രകടിപ്പിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുണ്ടായി. ഡോക്ടർ മാർ ക്രിസോസ്റ്റം ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു തിരുമേനി ഉണ്ടായിരുന്നു. അദ്ദേഹം 100 വയസ്സ് ജീവിച്ചിട്ടാണ് മരിച്ചുപോയത്. ചില വേദികളിലൊക്കെ അദ്ദേഹത്തോടൊപ്പം എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ രസികനായ, എന്നാൽ മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു വക്താവായിരുന്നു അദ്ദേഹം 2008 ഫെബ്രുവരി 1 വെള്ളിയാഴ്ച ദിവസത്തെ മനോരമ പത്രത്തിൽ അദ്ദേഹത്തിന്റെ ലേഖനം വന്നു. അധികാരമോഹികളെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയൊരു ലേഖനമായിരുന്നു. അദ്ദേഹം എന്റെ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു സംഘടന, ആ സംഘടനയുടെ പ്രസിഡന്റ് മരിച്ചാലേ അടുത്ത ആൾക്ക് പ്രസിഡന്റ് ആകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ആ സംഘടനയുടെ ബൈലോ. ഉള്ള പ്രസിഡന്റ് മരിച്ചാലേ അടുത്ത പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഈ സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് സ്കറിയാച്ചൻ മരിച്ചു പോയപ്പോൾ അടുത്ത മത്തായച്ചൻ പ്രസിഡന്റായി. സ്കറിയാച്ചൻ മരിച്ചു, സ്വർഗത്തിലെത്തി. സ്വർഗത്തിൽ ചെന്നപ്പോ സ്കറിയാച്ചൻ അവിടെ സ്വർഗത്തിൽ ഒരു പ്രസിഡന്റ് സ്ഥാനം കിട്ടി. മത്തായച്ചൻ 2ാമത് പ്രസിഡന്റായി. മത്തായച്ചന് മരിച്ചു, സ്വർഗത്തിൽ ചെന്ന് നോക്കുമ്പോ സ്കറിയാച്ചനാണ് സ്വർഗത്തിലെ പ്രസിഡന്റ് സംഘടനയുടെ. ഈ മത്തായച്ചൻ ഇറങ്ങിന്ന് അവിടെ നിന്ന്, എനിക്ക് സ്വർഗം വേണ്ട, നരകം മതി. കാരണം സ്വർഗത്തിൽ മരണമില്ല. ഇവിടെ പ്രസിഡന്റ് ആകണമെങ്കിൽ സ്കറിയാച്ചൻ മരിക്കണം. സ്കറിയാച്ചൻ മരിക്കൂല സ്വർഗമായതുകൊണ്ട്. അത് നരകത്തിൽ അടുത്ത ആള് വരുന്നതിന് മുമ്പ് ചെല്ലാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മത്തായച്ചൻ ഇറങ്ങിപ്പോയി എന്നാണ് ഫിലിപ്പോസ് തിരുമേനി അദ്ദേഹത്തിന്റെ ലേഖനത്തിലൂടെ അധികാരമോഹികളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്. അധികാരമോഹം അപകടമാണ്. അധികാരത്തിന് വേണ്ടിയുള്ള ആർത്തിയും അപകടകരമാണ്. അധികാരം ഒരിക്കലും മനുഷ്യനെ സന്തോഷിപ്പിക്കരുത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ബൈഅത്ത് ചെയ്യാൻ തയ്യാറായില്ല. അദ്ദേഹം അന്ന് യമനിലെ ഗവർണറാണ്. അദ്ദേഹം വന്നു കുറച്ചു കഴിഞ്ഞ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യാൻ ആദ്യം അദ്ദേഹം തയ്യാറായില്ല. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിൽ ഖലീഫയാകേണ്ടത് ബനു ഹാഷിം കുടുംബത്തിൽപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ആണ് ഖലീഫയാകേണ്ടത്.
പക്ഷെ കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹുവിനെ ബൈഅത്ത് ചെയ്തു, ഭരണാധികാരിയായിട്ട് അംഗീകരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ സിറിയയിലേക്ക് ഒരു സംഘത്തെ അയക്കണം, ഒരു യുദ്ധസൈന്യത്തെ അയക്കണം. അതിനാര് നേതാവാകണമെന്ന ചർച്ചയിൽ അബൂബക്കർ റളിയല്ലാഹു തീരുമാനിച്ചത് ഖാലിദ് ഇബ്നു വലീദ് നേതാവാകണമെന്നാണ്. ഏത് ഖാലിദ്? തന്നെ ബൈഅത്ത് ചെയ്യാൻ, തന്നെ പിന്തുണയ്ക്കാൻ വിസമ്മതിച്ച അതേ ഖാലിദിനെയാണ് അബൂബക്കർ റളിയല്ലാഹു നേതാവായി തെരഞ്ഞെടുക്കുന്നത്. ഉമർ റളിയല്ലാഹു സമ്മതിച്ചില്ല. ഉമർ റളിയല്ലാഹു പറഞ്ഞു, അങ്ങയെ ബൈഅത്ത് ചെയ്യാൻ ആദ്യം വിസമ്മതിച്ച ആളാണ് ഖാലിദ്, അതുകൊണ്ട് ഖാലിദിനെ ആ സൈന്യത്തിന്റെ നേതാവാക്കാൻ പാടില്ല എന്ന് ഉമർ റളിയല്ലാഹു വാശി പിടിച്ചു. ഉമറിന്റെ വാശിക്ക് മുന്നിൽ അബൂബക്കർ റളിയല്ലാഹു തോറ്റുകൊടുക്കേണ്ടി വന്നു. അബൂബക്കർ റളിയല്ലാഹു ഖാലിദിനെ സൈനിക നേതൃത്വത്തിൽ നിന്ന് നീക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഖാലിദിന്റെ വീട്ടിൽ ചെന്നു. ഖാലിദിനോട് പറഞ്ഞു, ഖാലിദേ, ഞാൻ നിന്നെ സൈന്യത്തിന്റെ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു, പക്ഷെ ഉമറിന് എതിർപ്പുണ്ട്, അതുകൊണ്ട് നിന്നെ ഞാൻ നീക്കുകയാണ്. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ എന്നെ നേതാവായി തെരഞ്ഞെടുത്തപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടായില്ല, നിങ്ങൾ എന്നെ നേതൃത്വത്തിൽ നിന്ന് നീക്കുമ്പോൾ എനിക്കിട്ട് സങ്കടവുമില്ല. കാരണം ഏതൊരു നേതൃത്വത്തെയും ഏതൊരു ഉത്തരവാദിത്വത്തെയും വളരെ ഭയപ്പാടോടുകൂടി കാണുന്ന ഒരാളാണ് ഞാൻ എന്ന് ഖാലിദ് റളിയല്ലാഹു പറയുന്നുണ്ട്. കാരണം ഒരു സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ, ഒരു നാടിന്റെ തലവൻ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ തല ചെയ്യുന്ന ജോലി ചെയ്യേണ്ട ആളാണ് തലവൻ. തലയുടെ ജോലി എന്താണ്? മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളുടെയും സുഖദുഃഖങ്ങളിൽ പങ്കാളിയാകണം. ശരീരത്തിന് എന്തെങ്കിലും സുഖങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ സുഖം കൊടുക്കണം, ദുഃഖങ്ങൾ മാറ്റി കൊടുക്കണം. വയറിന് വിശന്നാൽ തലയുമായുള്ള വയറിന്റെ കണക്ഷൻ മുഖേന തല അറിയുമത്. ഒരു നാട്ടിൽ ഒരാൾ വിശന്ന് കഴിയുന്നെങ്കിൽ ആ നാട്ടിലെ ഭരണാധികാരി അറിയണം, അതിന് പരിഹാരം കണ്ടെത്തണം. തല ഉടനെ കണ്ണിനോട് പറയും, എവിടെയാണ് ഭക്ഷണം ഉള്ളതെന്ന് നോക്ക്, വയറിന് വിശക്കുന്നുണ്ട്. തല കൈയിനോട് പറയും, ഭക്ഷണം പോയി എടുക്ക്. കാലിനോട് പറയും, ഭക്ഷണമുള്ള സ്ഥലത്തേക്ക് നടക്ക്. പരിഹാരം തല കണ്ടെത്തും. ഒരു നാട്ടിലെ പട്ടിണിക്ക് പരിഹാരം കണ്ടെത്തേണ്ടവനാണ് ആ നാടിന്റെ തലവൻ, ഭരണാധികാരി. ഒരു നാടിന്റെ യഥാർത്ഥ പ്രശ്നം രണ്ടാണ്. ഏതൊരു നാട്ടിലും രണ്ട് പ്രശ്നങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു ഭരണാധികാരി പരിഹരിക്കേണ്ടത്. അത് പരിഹരിച്ചില്ലെങ്കിൽ ഭരണാധികാരിയെ ആളുകൾ തൂത്തെറിയും. ഒന്ന് ഭയത്തിൽ നിന്നുള്ള മോചനമാണ്, മറ്റൊന്ന് വിശപ്പിൽ നിന്നുള്ള മോചനമാണ്. ഒരു നാട്ടിൽ ആളുകൾക്ക് പട്ടിണി ഉണ്ടാകരുത്, നാട്ടിൽ ആളുകൾക്ക് ഭയപ്പാടുണ്ടാകരുത്. ഈ രണ്ട് കാര്യങ്ങൾ ഒരു ഭരണാധികാരി നിർവഹിക്കാൻ തയ്യാറായില്ലെങ്കിൽ ആ സിംഹാസനം ഇളകി വീടും. ആ സിംഹാസനങ്ങൾ ഇളകും. അത് നമ്മൾ കണ്ടതാണ്. മുല്ലപ്പൂ വിപ്ലവം എന്ന പേരിൽ അറബ് രാജ്യങ്ങളിൽ കണ്ടതാണ്. എന്താ മുല്ലപ്പൂ വിപ്ലവം? ടുണീഷ്യയിൽ മുഹമ്മദ് ബുആസിസ് എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ, ടുണീഷ്യയുടെ തെരുവിൽ പെട്ടിക്കട നടത്തിയിരുന്ന ഒരു കച്ചവടക്കാരനാണ് മുഹമ്മദ് ബുആസിസ്. ഒരു ചെറിയ കച്ചവടം. പക്ഷേ നാടിന്റെ ഭരണകൂടത്തിന്റെ പോലീസ് അദ്ദേഹത്തെ വേട്ടയാടി, അദ്ദേഹത്തെ മർദ്ദിച്ചു. ചുമക്കാൻ കഴിയില്ലാത്ത ഭാരങ്ങളും നികുതികളും ഉത്തരവാദിത്തങ്ങളും ആ മനുഷ്യന്റെ മേൽ ഏൽപ്പിച്ചു കൊടുത്തു. മുഹമ്മദ് ബുആസിസ് അവസാനം ടുണീഷ്യയുടെ തെരുവിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. മുഹമ്മദ് ബുആസിസിന്റെ ആത്മഹത്യ ടുണീഷ്യയിൽ ചർച്ചയായി. ടുണീഷ്യക്കാരെ ഏറ്റെടുത്തു. ടുണീഷ്യയിൽ ഭരണകൂടത്തിനെതിരെ സമരം നടന്നു. പതിറ്റാണ്ടുകളോളം ആ നാട് ഭരിച്ച സൈനുൽ ആബിദീൻ അലി എന്ന് പറയുന്ന മനുഷ്യൻ നാട് വിട്ടോടി. സിംഹാസനം ഇളകി. ഒരു നാട്ടിലെ ജനങ്ങൾ അവർക്ക് കിട്ടേണ്ട സുരക്ഷിതത്വം നഷ്ടപ്പെട്ടാൽ രാജാവിനെതിരെ തിരിയും, ഭരണകൂടത്തിനെതിരെ തിരിയും. ഏത് സിംഹാസനവും ഇളകി മറിയും. അതാണ് ടുണീഷ്യയിൽ കണ്ടത്. രാജാവ് നാട് വിട്ടു, സൈനുൽ ആബിദീൻ അലി. ആ മുല്ലപ്പൂ വിപ്ലവം അടുത്ത നാട്ടിലേക്ക് പകർന്നു. ഈജിപ്തിലെത്തി. ഹുസ്നി മുബാറക്ക്, പതിറ്റാണ്ടുകൾ ഈജിപ്ത് ഭരിച്ച ഹുസ്നി മുബാറക്കിന്റെ സിംഹാസനം ഇളകി. യമനിലേക്ക് പോയി. യമനിൽ പതിറ്റാണ്ടുകൾ ഭരിച്ചിരുന്ന 40 വർഷത്തോളം ഏതാണ്ട് യമൻ ഭരിച്ച ഭരണാധികാരി അബ്ദുള്ള സലാഹിന്റെ ഭരണകൂടം ഇളകി. ആ സിംഹാസനവും ഇളകി. നാട്ടുകാർ പ്രക്ഷോഭവുമായി ഇറങ്ങി. നാട്ടിൽ സുരക്ഷിതത്വമില്ല, അഴിമതിയാണ് ഭരണകർത്താക്കൾ, സ്വജനപക്ഷപാതികളാണ്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ. ഇവർ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞു. അവസാനം ലിബിയ, കേണൽ ഗദ്ദാഫി എന്ന് പറയുന്ന 4 പതിറ്റാണ്ട് ലിബിയ ഭരിച്ച കേണൽ ഗദ്ദാഫിയെ അഴുക്ക് ചാലിലിട്ടാണ് കൊന്നുകളഞ്ഞത്. കാരണം അദ്ദേഹത്തിന്റെ സമ്പത്ത് അദ്ദേഹം സ്വന്തം കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. ലിബിയയുടെ സമ്പത്ത് സ്വന്തം കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചു. അദ്ദേഹം അവസാനം സ്വന്തം നാട്ടിൽ അരാജകത്വം സൃഷ്ടിച്ചു. 800ഓളം ആളുകളെ ലിബിയയുടെ കേണൽ ഗദ്ദാഫിയുടെ പട്ടാളം വെടിവെച്ചു കൊന്നു. അവസാനം നാട്ടുകാർ ഇളകി ഭരണാധികാരിക്കെതിരെ. മുല്ലപ്പൂ വിപ്ലവത്തിന്റെ സ്വാധീനത്തിൽ ലിബിയയിലെ ജനങ്ങൾ ഇളകി. അപ്പോൾ ഗദ്ദാഫി പറഞ്ഞു, ഈ നാട് എന്റേതാണ്, ഇതെന്റെ സ്വന്തം നാടാണ്, ഞാനാണ് ഈ ലിബിയ പടുത്തത്.
ഈ ലിബിയയിൽ എനിക്ക് ഭരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ നാട് ഞാൻ കത്തിച്ചാമ്പലാക്കും, എണ്ണപ്പാടങ്ങൾക്ക് ഞാൻ തീയിടുമെന്ന് കേണൽ ഗദ്ദാഫി ഭീഷണിപ്പെടുത്തി ലിബിയക്കാര് മതഭക്തരായിരുന്നു. 20% ആളുകളും ഹാഫിലിങ്ങളായിരുന്നു. പക്ഷെ അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചൊരു ഭരണാധികാരി. എന്തുണ്ടായി? അവസാനം ഓവുചാലിയിൽ ആ മനുഷ്യൻ കൊല്ലപ്പെട്ടു. അപ്പൊ ഒരു നാട്ടിലുണ്ടാകേണ്ടത് സാമൂഹികമായ ഐക്യം, കമ്മ്യൂണൽ ഹാർമണി എന്ന് പറയുന്നത് ഏതൊരു നാട്ടിൽ ഏറ്റവും പ്രധാനമാണ്. ഒരു നാട്ടിൽ സാമൂഹ്യമായ സൗഹൃദം ഉണ്ടാകണം, സുരക്ഷിതത്വം ഉണ്ടാകണം, വർഗീയത വളരാൻ അനുവദിക്കരുത്. ഒരു ഭരണകൂടം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നാട്ടിലെ ജനങ്ങളെ ഒന്നിച്ചു നിർത്തണം. ഒരേ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ നാട്ടിലെ ജനങ്ങളെ ഭരണകൂടം ഭിന്നിപ്പിക്കരുത്. നാടിന്റെ സോഷ്യൽ ഫാബ്രിക് നിലനിർത്തണം. സാമൂഹ്യ അന്തരീക്ഷം, സാമുദായിക സൗഹൃദം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതൊരു നാട്ടിൽ നിലനിർത്താൻ ഒരു ഭരണാധികാരിക്ക് കഴിയുന്നില്ലെങ്കിൽ അത്തരം ഭരണകൂടങ്ങൾ, ആ സിംഹാസനങ്ങൾ ഇളകി മറിയും. ഏറ്റവും പ്രധാനപ്പെട്ട നാടിന്റെ സുരക്ഷയാണ്. രണ്ടാമത്തത് ഭക്ഷ്യസുരക്ഷയാണ്. ആ നാട്ടുകാർക്ക് മാന്യമായി ജീവിച്ചു പോകാനുള്ള അവകാശങ്ങൾ വകച്ചു കൊടുക്കണം. അതിനുള്ള വകകൾ ഒരു ഭരണാധികാരി കണ്ടെത്തണം. അതില്ലാതെ പോയതാണ് മുല്ലപ്പൂ വിപ്ലവത്തിന്റെ പേരിൽ ഈ നാടുകൾ ഇളകാൻ കാരണമായി തീർന്നത്. അതുകൊണ്ട് ഒരു ഭരണകർത്താവിന്റെ പ്രഥമമായ ചുമതല നീതിയാണ്. ഉമറുൽ ഖത്താബിന്റെ ഭരണം വേണമെന്നാണല്ലോ ഗാന്ധിജി പറഞ്ഞത് ഈ രാജ്യത്ത്. ഇന്നും ഈ നാട് ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ്. കാരണം ഉമറിൽ ഒരു നല്ല മാതൃകയുണ്ടായിരുന്നു. ലോകാവസാനം വരെ എല്ലാ ഭരണാധികാരികൾക്കും മാതൃകയാക്കാൻ കഴിയുന്ന ലോകത്തിന്റെ മാതൃകാ ഭരണാധികാരിയാണ് സാക്ഷാൽ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. സൈപ്രസ് മുതൽ ഈജിപ്റ്റ് വരെ ഭരിച്ച അറേബ്യൻ ചക്രവർത്തി. അദ്ദേഹം രാത്രി ഉറങ്ങാറുണ്ടായിരുന്നില്ല അധികമൊന്നും. ഒരു ദിവസം രാത്രി മദീനയിലൂടെ ഇറങ്ങി നടക്കുമ്പോഴാണ് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. ഒരു കൊച്ചുകുഞ്ഞ് കരയുകയാണ്. ഉമർ അടുത്ത് ചെന്ന് ചോദിച്ചു, എന്തു പറ്റി കുഞ്ഞ് കരയുന്നത്? ആ കുഞ്ഞിന്റെ ഉമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞാൻ എന്റെ കുഞ്ഞിനെ മുലകുടി നിർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പൊ ഉമർ ചോദിച്ചു, എന്തിനാ കുഞ്ഞിനെ മുലകുടി നിർത്തുന്നത്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, മുലകുടി നിർത്തിയ കുട്ടികൾക്ക് ഉമറിന്റെ ഭരണത്തിൽ റേഷൻ കിട്ടുള്ളൂ, മുല കുടിക്കുന്ന കുട്ടികൾക്ക് റേഷനില്ല. ആദ്യമായി റേഷനിങ് സമ്പ്രദായം നടപ്പിലാക്കിയ ഖലീഫയുടെ പേര് ഉമറുൽ ഖത്താബ് എന്നാണ്. അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. ഈ ഉമ്മ ഇത് പറയുമ്പോൾ ഉമർ പൊട്ടിക്കരഞ്ഞു. ഉമർ പറഞ്ഞുപോയി, ഈ ഉമർ എത്ര കുഞ്ഞുങ്ങളെയാണ് കൊന്നുകളഞ്ഞത് ഈ നിയമത്തിന്റെ പേര്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന് രാവിലെ സുബഹി നമസ്കരിക്കാൻ വേണ്ടി ഉമർ വന്നു. ഉമർ മദീന പള്ളിയിൽ ഇമാമ് നിന്നു. അന്ന് ഞങ്ങൾ ഖുർആൻ ഓതിയത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഉമർ തേങ്ങിക്കരയുകയായിരുന്നു നമസ്കാരത്തിൽ. ഉമറിന്റെ ഓത്ത് ഞങ്ങൾക്ക് തിരിഞ്ഞില്ല. ഉമറിന്റെ ശബ്ദമിടറിപ്പോയി. സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉമർ തന്റെ പുതിയൊരു നയപരിഷ്കാരം, ഒരു ഭരണപരിഷ്കാരം അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇനി മുതൽ ഈ രാജ്യത്ത് റേഷൻ തരാൻ വേണ്ടി മുലകുടി നിർത്തണമെന്ന നിർബന്ധമില്ല. ജനിച്ചുവിടുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈ രാജ്യത്ത് റേഷൻ കൊടുക്കും. ഒരു കുഞ്ഞിന്റെ കരച്ചിലാണ് ഉമറിനെ മാറ്റിയത്. ആ ഉമറാണ് പറഞ്ഞത്, യൂപ്രട്ടീസിന്റെ തീരത്തൊരു ആട്ടിൻകുട്ടി വിശന്ന് മരിച്ചാലും ഉമർ അതിന് സമാധാനം പറയേണ്ടി വരും പടച്ചിന്റെ അടുക്കൽ. ആട്ടിൻകുട്ടിയുടെ ഭരണം പോലും ഉമറിന്റെ കൈകളിൽ അർപ്പിതമാണ്. നീതിയുടെ മകുടോദാഹരണമായിരുന്നു ഖലീഫ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഗാന്ധിജി ആഗ്രഹിച്ചത് ഉമറിന്റെ ഭരണം ഈ രാജ്യത്ത് വേണമെന്ന് ആഗ്രഹിച്ചത്. ഇന്ന് ഭരണകർത്താക്കൾ അലക്സാണ്ടറും ഒരു കടൽ കൊള്ളക്കാരനും തമ്മിലൊരു സംഭാഷണമുണ്ട്. അലക്സാണ്ടർ ഒരു കടൽ കൊള്ളക്കാരനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് ഈ കപ്പലുമായി ഈ കടലിലൂടെ സഞ്ചരിച്ച് കൊള്ള നടത്താൻ ധൈര്യം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. എന്റെ രാജ്യത്ത്. അപ്പൊ കടൽ കൊള്ളക്കാരൻ അലക്സാണ്ടറോട് ചോദിച്ചു, ഞാനൊരു ചെറിയ കപ്പലുമായി കടലിലൂടെ ചെറിയ കൊള്ള നടത്തുമ്പോൾ നിങ്ങൾ എന്നെ കൊള്ളക്കാരനെന്ന് വിളിക്കുന്നു. നിങ്ങൾ ലോകം മുഴുവനും സഞ്ചരിച്ച് നാടുകൾ കൊള്ളയടിക്കുമ്പോൾ നിങ്ങളെ രാജാവെന്ന് വിളിക്കുന്നു. നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? അതുകൊണ്ട് സ്വജനപക്ഷപാതവും ഈ ദുർഭരണവും അതുപോലെയുള്ള അഴിമതിയുമൊക്കെ ഒരു രാജ്യത്തിന്റെ ഭരണകൂടത്തെ ജനങ്ങൾക്കിടയിൽ വിശ്വാസമില്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം ഒരിക്കൽ ഹജ്ജിന് പോകുമ്പോൾ അന്നത്തെ ഇന്ത്യയിലെ സൗദി അംബാസഡർ അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുത്തു. അദ്ദേഹം കൊടുത്ത കത്ത്, ഫൈസൽ രാജാവിന്റെ അതിഥിയായിട്ട് നിങ്ങളെ പരിഗണിച്ചിരിക്കുന്നു എന്നാണ് ഇന്ത്യയിലെ അംബാസഡർ ഖായിദ മില്ലത്തിന് കൊടുത്ത കത്ത്. ഈ കത്ത് നിങ്ങൾ അവിടെ കാണിക്കണമെന്ന് ഖായിദ മില്ലത്തിനോട് പറഞ്ഞു. പക്ഷെ ഖായിദ മില്ലത്ത് അവിടെ ഈ കത്ത് കാണിച്ചില്ല. ഈ അംബാസഡർ സൗദി ഭരണകൂടത്തെ അറിയിച്ചിരുന്നു, ഞാൻ ഫൈസൽ രാജാവിന്റെ അതിഥിയായി ഇന്ത്യയിൽ നിന്ന് വരുന്ന ഖായിദ മില്ലത്തിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സൗദിയിലെ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഒരാൾ ഒരു കത്തുമായിട്ട് അവിടെ വന്നില്ല. ഹജ്ജിന്റെ ഉദ്യോഗസ്ഥർ മദ്രാസിൽ നിന്ന് വന്ന ഹാജിമാരെ തിരക്കി ഖായിദ മില്ലത്തിന്റെ അടുക്കൽ എത്തിയിട്ട് പറഞ്ഞു, നിങ്ങളാണോ ഖായിദ മില്ലത്ത്? അതെ, ഞാനാണ് ഇസ്മായിൽ. നിങ്ങളുടെ രേഖകൾ കാണിക്കുക. അപ്പൊ ഇസ്മായിൽ സാഹിബ് തന്റെ യാത്രാ രേഖകളൊക്കെ കാണിച്ചു. പക്ഷെ ഈ കത്ത് കാണിച്ചില്ല.
ഫൈസൽ രാജാവിന്റെ അതിഥിയായി പരിഗണിച്ചിരിക്കുന്നു എന്ന് അംബാസഡർ കൊടുത്ത കത്ത് കായികമില്ലത്ത് കാണിച്ചില്ല. അപ്പോൾ ഉദ്യോഗസ്ഥർ ചോദിച്ചു, വേറൊരു കത്ത് കൂടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമല്ലോ, അംബാസഡർ തന്ന കത്ത്. അപ്പോൾ അദ്ദേഹം അതെടുത്ത് കാണിച്ചു. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട ആളല്ല, നിങ്ങൾ ഫൈസൽ രാജാവിന്റെ അതിഥിയാണ്, നിങ്ങൾക്ക് വേറെ പ്രത്യേക സ്ഥലമുണ്ട്. ഇസ്മായിൽ സാഹിബ് പറഞ്ഞു, ഞാനില്ല, ഞാൻ എന്റെ കൂട്ടുകാരോടൊപ്പം ഇവിടെ ഭക്ഷണം പാചകം ചെയ്ത് ജീവിച്ചു കൊള്ളാം, എനിക്കിത് മതി. നിർബന്ധിച്ച് അരമണിക്കൂർ സൗദി ഹജ്ജ് ഉദ്യോഗസ്ഥർ സംസാരിച്ചു എന്ന കായികമില്ലത്തുമായിട്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരില്ല, ഞാൻ ഇവരെ വിട്ടിട്ട് വരില്ല, എനിക്ക് സൗകര്യങ്ങൾ മതി. അവസാനം അവർ തിരിച്ചുപോയിട്ട് പ്രത്യേക പുതിയ ഓർഡറുമായിട്ട് വന്നു. കായികമില്ലത്ത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൂട്ടുകാർ മുഴുവനും സൗദി അറേബ്യയുടെ അതിഥികളാണെന്നുള്ള രേഖയുമായി വന്നിട്ട് കാണിച്ചു കൊടുത്തു. കായികമില്ലത്ത് പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞങ്ങൾ ഇവിടെ ജീവിച്ചു കൊള്ളാം. അപ്പൊ തനിക്ക് കിട്ടിയ അധികാരം കൊണ്ട് തനിക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. നിസ്വാർത്ഥരായ നേതൃത്വം ശരിക്കും ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, രാജ്യത്തും ഒക്കെ സമാധാനം ഉണ്ടാകണം. ഫാസിസത്തിന്റെ കടന്നുകയറ്റം രാജ്യത്തിന് അപകടമാണ്. ഫാസിസം എവിടെയെങ്കിലും ഉദയം ചെയ്യുന്നുണ്ടെങ്കിൽ, ഫാസിസം കൂടുതൽ ശക്തിപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ സൗഹാർദ്ദം തകരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഭരണകർത്താക്കൾക്ക് ഉത്തരവാദിത്വം കൂടി വരികയാണ്. നാട് ഭരിക്കുന്നവർ ഫാസിസത്തിനെതിരെ, മനുഷ്യരെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, നാടിന്റെ കമ്മ്യൂണൽ ഹാർമണി തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ കൂടുതൽ ജാഗ്രതയോടുകൂടി നാട് ഭരിക്കുന്നവർ ഇടപെടേണ്ടതുണ്ട്. നാട് നാടായി നിലനിൽക്കണം. നാട്ടിലെ മനുഷ്യർക്ക് സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ ജീവിക്കാൻ കഴിയണം. അതിനുവേണ്ടി എന്ത് വിമർശനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലും ആർജവത്തോടുകൂടി ഏറ്റെടുക്കാൻ തന്റെ ഇടമുള്ളവരാണ് നേതൃത്വത്തിലേക്ക് വരേണ്ടത്. വിമർശനങ്ങൾ ഉണ്ടാകും. വിമർശനങ്ങളില്ലാത്തൊരു ഭരണം, വിമർശനങ്ങളില്ലാത്തൊരു ഭരണാധികാരി ലോകത്തുണ്ടാവൂല. മുത്തു റസൂലിനെ പോലും വിമർശിച്ചില്ലേ? അലി റളിയല്ലാഹു തആല അൻഹു യമനിൽ നിന്നൊരു സ്വർണത്തിന്റെ കട്ടി കൊണ്ടുവന്നു. പൊടി പിടിച്ചൊരു സ്വർണ്ണക്കട്ടി. മുത്തു റസൂൽ 4 പേർക്ക് അത് വീതം ചെയ്തു കൊടുത്തു. അപ്പോൾ അടുത്തിരുന്ന ഒരാൾ പറഞ്ഞു, അവരെക്കാൾ അർഹൻ ഞങ്ങളാണ്, മുഹമ്മദ് നബി കൊടുത്ത ആളുകളെക്കാൾ അത് വാങ്ങാൻ അർഹൻ ഞങ്ങളാണ്. ഇത് കേട്ട റസൂൽ ചോദിക്കുന്നുണ്ട്, എടോ, രാവിലെയും വൈകുന്നേരം വഹിയിറങ്ങുന്ന ആളല്ലേ ഞാനല്ലേ രാജ്യത്ത് ഈ ജനങ്ങളിൽ ഏറ്റവും മുത്തക്കിയായ മനുഷ്യൻ ഞാനല്ലേ? ഇല്ലം അഅദിൽ ഫമൻ യഅദിൽ. ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ ആരാണ് പിന്നെ ലോകത്ത് നീതി കാണിക്കുക? ഞാൻ ഈ ചെയ്തത് നീതിയല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത്ര മാത്രമേ മുത്തനബി ചോദിച്ചുള്ളൂ. അടുത്തുനിന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഞാൻ അവനെ കൊന്നുകളയട്ടെ? അങ്ങേ ചോദ്യം ചെയ്യാൻ മുതിർന്ന അയാളെ കൊന്നുകളയട്ടെ എന്ന് ചോദിച്ചു. അയാളുടെ രൂപം തന്നെ പറയുന്നുണ്ട്, നല്ല താടിയുള്ള ആളായിരുന്നു ചോദിച്ചയാള്. ഞെരിയാണിക്ക് മുകളേട്ട് മുടി കയറ്റിയെടുത്ത ആളായിരുന്നു. കണ്ടാൽ ഒരു മുത്തഖിയാണെന്ന് തോന്നും. പക്ഷെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൊല്ലണ്ട, അയാൾ നിസ്കരിക്കുന്ന ആളായിരിക്കാം. അപ്പോൾ ഖാലിദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എത്ര നിസ്കാരക്കാരുണ്ട് നബിയെ, മനസ്സിലേക്ക് നിസ്കാരം ഇറങ്ങാത്തവർ? അപ്പോഴും പ്രവാചകൻ പറഞ്ഞു, ആരുടെയും ഉള്ളു ചുഴിഞ്ഞു നോക്കാൻ എന്നെ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല, അയാളെ വെറുതെ വിട്ടേക്ക്. മുത്തുനബിയെ പോലും വിമർശിച്ചിട്ടുണ്ട്. ഏതൊരു ഭരണാധികാരികൾക്ക് വിമർശനങ്ങൾ ഉണ്ടാവും. പക്ഷേ ഏത് വിമർശനങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, ഭരണീയരുടെ നന്മയ്ക്ക് വേണ്ടി, നാട്ടിൽ സമാധാനം നിലനിൽക്കാൻ വേണ്ടി, സൗഹാർദ്ദവും മതസൗഹാർദ്ദവും നിലനിൽക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ ആർജവും തന്റേടവുമുള്ളവരായിരിക്കണം ഭരണരംഗത്തേക്ക് കടന്നു വരേണ്ടത്. അത് വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാടിന്റെ നന്മ നിലനിർത്തുമാറാകട്ടെ, സൗഹൃദം നിലനിർത്തുമാറാകട്ടെ. നാടിനെ ഐക്യത്തോടെ മുന്നോട്ട് നയിക്കാൻ നേതാക്കൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾക്ക് അല്ലാഹു തകർച്ചയും പരാജയവും നൽകുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.